നോക്കാം. റഷ്യ യുക്രൈൻ സമാധാന നീക്കത്തിന് പൂർണ്ണ സന്നദ്ധത അറിയിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് സെലൻസ്കി വെടിനിർത്തലിന് സമ്മതം അറിയിച്ചത്. റഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് യുക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചത്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് നന്ദി അറിയിച്ച സെലൻസ്കി അടുത്ത ദിവസങ്ങളിൽ തുടർ ചർച്ച ഉണ്ടാകും എന്നും അറിയിച്ചു. വിവരങ്ങളുമായി TG സജിത്ത്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ വെടിനിർത്തലിന് പകരം ഭാഗികമായി ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? ഇപ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുള്ള ഈ സമ്മതം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പൂർണ്ണ വെടിനിർത്തൽ സമ്മതിച്ചിട്ടില്ല. 30 ദിവസത്തെ പൂർണ്ണ വെടിനിർത്തലാണ് US മധ്യസ്ഥത നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. പക്ഷേ പൂർണ്ണ തോതിലുള്ള ഒരു വെടിനിർത്തലിന് വ്ളാഡിമിർ പുടിൻ തയ്യാറായിട്ടില്ല. ഇതിന് തുടർച്ചയായിട്ടാണ് ഇന്നലെ വൈകിട്ട് ഈ ഡൊണാൾഡ് ട്രംപും ഒപ്പം സെലൻസ്കിയുമായുള്ള ടെലിഫോൺ സംഭാഷണം നടക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഇരുവരും തമ്മിൽ ഫോണിൽ ഈ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ചർച്ച നടത്തി എന്നതാണ് ഔദ്യോഗികമായി പുറത്തുവിടുന്ന വിവരം. അങ്ങനെ ഈ 1 മണിക്കൂർ ചർച്ചയിൽ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പൂർണ്ണ സമ്മതം സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണമായ വെടിനിർത്തൽ നീക്കങ്ങൾക്കെല്ലാം തങ്ങൾ തയ്യാറാണ്. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ സൈനിക സഹായം അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെടാനും ഈ ഒരു അവസരത്തിൽ സെലൻസ്കി തയ്യാറായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും നാളുകളായി തുടരുന്ന ഈ സംഘർഷ സാഹചര്യങ്ങൾക്ക് പൊതുവിൽ ഒരു സമാധാന ശ്രമങ്ങൾ ഫലം കാണുന്നു എന്നതാണ്, അതായത് അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾ ഫലം കാണുന്നു എന്നതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. കാരണം റഷ്യയും ഒപ്പം തന്നെ യുക്രൈനും ഈ സമാധാന നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചാണ് തൽക്കാലമെങ്കിലും പോകുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന 30 ദിവസം സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ നീക്കമുണ്ടാവും. ഇനി നടക്കാൻ പോകുന്ന തുടർ ചർച്ചകളാണ്. ജിദ്ദയിൽ ഇതിന്റെ തുടർ ചർച്ചകൾ ഉണ്ടാകാനാണ് നീക്കം. വരും ദിവസം തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരം ചർച്ചകൾ ഉണ്ടാവുമെന്ന കാര്യം യുക്രൈനും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും സമാധാന ശ്രമങ്ങൾക്ക് അതിന്റെ ഒരു പുതിയ കാൽവെപ്പ് കൂടി ഉണ്ടാവുന്നു എന്നാണ് സാഹചര്യം. അത് ആശ്വാസകരമാണ് സജിത്ത്. പക്ഷേ അതേ